നമുക്ക് എല്ലാവർക്കും വളരെ ബഹുമാനത്തോടെ ആ പേരൊന്ന് പറയണം. എന്താ തീരുമാനം? പറയല്ലേ? ആ പേരൊന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് നിയ്യത്ത് ചെയ്യും എന്നാ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് സൗഭാഗ്യം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അതുകൊണ്ട് ആ അസ്ഹാബുൽ ബദരീങ്ങളെ പേര് റളിയല്ലാഹു അൻഹു അത് മറന്നുപോയി. മെയ്യും ഭൂതാകൾ പേടുപ്പാക്കി നിന്നേറ്റ് മുത്തോരെ നാമം പറയുന്ന നേരത്ത് ഹയ്യാനാവൻ്റെ അവർക്കുണ്ടാകാൻ ആകെ ഈസിനും തേടുന്നോരാവൂവി. ഹയ്യാനവൻ്റെ റിള അവർക്കുണ്ടാകാൻ എല്ലാ ഈസിനും തേടുന്നവരാകണം നിങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? എന്താണ്? ഇല്ല. അതായത് ഹയ്യാനവൻ്റെ റിള ബദരീങ്ങൾ റളിയല്ലാഹു അൻഹു അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു നിങ്ങളെല്ലാവരും പറയണം എന്നാണ്. മനസ്സിലായോ? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാർ എഴുതി വെച്ച ബദരീങ്ങളെ മദ്ഹിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് അത് നിസ്കാരം കഴിഞ്ഞ് ഉദോടുകൂടി തന്നെ നമുക്ക് ആ പേരൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തെറ്റിയത്. അപ്പം നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിന് നിയ്യത്ത് ചെയ്യാം. ഈ വന്നിട്ടുള്ള എല്ലാവരുടെയും എല്ലാ ശരീരങ്ങളും എല്ലാ കുടുംബത്തിലും ഉള്ള ഒരുപാട് ഹലാലായ സന്ദേശങ്ങളുള്ളവരാണ് സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ വന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് അല്ലാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. ആ നീയത്തോടുകൂടി ആകണം നിങ്ങൾ ആ പേര് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ ബഹുമാനത്തിൽ ആരെ പേരാ പറയുന്നത്? ലോകത്തെ ഔലിയാക്കളെ കഴിച്ചാൽ അല്ലാഹു വിളിച്ച ഏറ്റവും വലിയ ഔലിയാക്കളുടെ പേരാണ്. അപ്പം ആ പേര് ബഹുമാനത്തിൽ എല്ലാവരും പറയണം. പ്രായമുള്ള, ഇരിക്കാൻ കഴിയാത്ത, നിൽക്കാൻ കഴിയാത്ത വയസ്സന്മാരൊഴികെ ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് ബഹുമാനപുരസ്സരം എഴുന്നേറ്റ് നിൽക്കുക. കാലിൻ്റെ വേദനയുള്ള വയസ്സന്മാർ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അലക്കിയിരുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. വേദന ശാരീരികമായി വേദനിക്കുന്ന ഒരുപാട് വിഷമങ്ങളുള്ള ഒരുപാട് അഹലുകാരുണ്ട്. അപ്പോൾ വേദനിക്കുന്ന വളരെ നിൽക്കാൻ പ്രയാസമുള്ളവരില്ല. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടുമാകരുത്. നമുക്കിത് ചെയ്യാൻ പോകുന്ന ദുആ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. അപ്പം അതുകൊണ്ടാണ് നീയത്തില്ല. അപ്പം അതുകൊണ്ട് ചെരുപ്പിൻ്റെ മുകളിൽ നിന്നും കാലൊന്ന് അയച്ചിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുക. അതതിൻ്റെ ബഹുമാനത്തിൽപ്പെട്ട കേട്ടോ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ദുനിയാവും ഖബറും ആഖിറവും മനസ്സിലായോ? നമുക്കൊരു ജീവിക്കാൻ നമുക്ക് എത്ര വയസ്സാണോ അള്ളാഹു തരുന്നത് ആ വയസ്സ് വരെ ജീവിക്കാനുള്ള ദുനിയാവും, അതുപോലെ നമ്മുടെ മരണം ആഖിറത്ത് നന്നായി കിട്ടുക, ഖബർ ജീവിതം വിജയപ്പെടും നന്നായി കിട്ടുക, ആഖിറവും വിജയപ്പെടുന്നുണ്ട്. ഈ മൂന്ന് കാര്യത്തിൽ നിങ്ങളെല്ലാവരും കാര്യം ഉൾപ്പെട്ടു. ബാക്കിയുള്ളത് ഞാൻ ദുആന്റെ സമയത്ത് പറഞ്ഞു. ഈ മൂന്ന് കാര്യം നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് ഖൈർ, ബർക്കത്ത്, റഹ്മത്ത്, നിഅമത്ത്, റിസ്ക്, ഭക്ഷണം, വസ്ത്രം, സൗകര്യം, കച്ചവടത്തിൽ ബർക്കത്ത്, ജോലിയിൽ ബർക്കത്ത്, യാത്രയിൽ ബർക്കത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കുള്ള ഷർറ് നീങ്ങിക്കിട്ട, സിഹർ നീങ്ങിക്കിട്ട, കണ്ണീർ നീങ്ങിക്കിട്ട, കുടുംബത്തിലെ വിഷമങ്ങൾ നീങ്ങിക്കിട്ട, അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും നീങ്ങിക്കിട്ട, മക്കളില്ലാത്തവർക്ക് മക്കൾ, ജോലി ഇല്ലാത്തവർക്ക് ജോലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം നീയത്ത് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ പേര് പറയുന്നത്. സമ്മതാണോ? എല്ലാവർക്കും സമ്മതാണോ? നല്ല വേറെ എങ്ങോട്ടും ശ്രദ്ധിക്കരുത്. ആ പേര് ചൊല്ലുമ്പോൾ അവർ
അവരെ ശ്രദ്ധയിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് എന്ന നിയ്യത്തോടു കൂടി ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരളായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം